ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കരിമംഗല്യത്തിനൊരു പാക്കേജോ അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ കരിമംഗല്യം മാറില്ല. അതൊരു പാക്കേജായിട്ടാണ് നമ്മളൊരു പുതിയ കാര്യം നമ്മളിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ അതിനായിട്ട് നാരങ്ങ തൈലം പറ്റിയിട്ട് മുഖം സ്റ്റീം ചെയ്യാൻ പറഞ്ഞു. അതിന് ശേഷമാണ് ഫേസ് പാക്ക് ഇടേണ്ടത്. അപ്പോൾ നാരങ്ങ നീരാണോ നാരങ്ങ തൈലം എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ല, നാരങ്ങ നീരല്ല, നാരങ്ങ തൈലം നമ്മളൊരു ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പ്യുവറായിട്ടുള്ള തൈലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് എള്ളെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കുങ്കുമ തൈലം കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് ഓയിലായി മാറി, തൈലം എന്ന് പറയില്ല, അല്ലെങ്കിൽ എണ്ണ അങ്ങനെയുള്ള സംഭവത്തിലായോ. അപ്പോൾ ഈ തൈലം എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള എള്ളെണ്ണ, നല്ല എള്ളെണ്ണയിൽ നമ്മുടെ ഈ നാരങ്ങ മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ടിട്ട് കുറച്ച് ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മെഷർമെൻറ്റൊക്കെ ഉണ്ട്, അങ്ങനെ കാച്ചിയെടുക്കുന്നതാണ് നാരങ്ങ തൈലം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അങ്ങനെയാണ് കേട്ടോ. നാരങ്ങ തൈലം കോമൺ മാർക്കറ്റിൽ കിട്ടത്തില്ല. ത്രിഫല ചൂർണം, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് പോർഷനാണ് ത്രിഫല ചൂർണം. ത്രിഫല ചൂർണം കിട്ടും, എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ ലഭ്യമാണ് കേട്ടോ. പിന്നെ കടലമാവ് വൃത്തിയാക്കാനായിട്ട്, മുഖം വൃത്തിയാക്കാനായിട്ട് കടലമാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലമാവ് അറിയാലോ, എല്ലാവർക്കും എവിടെയും കിട്ടും, നമ്മുടെ വീട്ടിൽ തന്നെ അത് അവൈലബിൾ ആണ്. അപ്പോൾ കടലമാവ് ഇട്ട് ക്ലീൻ ചെയ്യുകയും സ്റ്റീം എടുക്കുന്നതിന് മുൻപ് നാരങ്ങ തൈലം പറ്റി സ്റ്റീം എടുക്കുകയും ശേഷം കടലമാവ് വെച്ച് കഴുകുകയും പിന്നെ നമ്മുടെ ത്രിഫല ചൂർണം വെള്ളത്തിൽ ചാലിച്ച് തേക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓടിച്ചു പോകുന്നത് ചില ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് മാറാത്ത ഒരുപാട് പേരുണ്ട്. അവരിത് ചെയ്ത് നോക്കണം. കാരണം അവർക്ക് ഈ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അതായത് സ്റ്റീം എടുക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ രോമകൂപങ്ങളൊക്കെ തുറന്ന് അതിൻ്റെ അഴുക്കുകളൊക്കെ പോയി നല്ലതാണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിനുള്ള ഇരട്ടി ഫലമുണ്ട്. അതേപോലെ നാരങ്ങ തൈലത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാക്കേജായിട്ട് തന്നെ ചെയ്യുക. അത് ഒരു പ്രാവശ്യം ചെയ്താൽ ഫലം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. നിരന്തരമായിട്ട് ചെയ്യണമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഇത് നിരന്തരമായിട്ട് ചെയ്യണം. ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് നിരന്തരമായിട്ട് ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മാറുന്നത് വരെ. അതുപോലെ തന്നെ സോപ്പ് മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നാരങ്ങ തൈലം ഉണ്ടോ, ത്രിഫല ചൂർണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻക്വയറീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ത്രിഫല ചൂർണം നിങ്ങൾക്ക് നമ്മളുടെ ഇവിടുന്ന് വേണമെന്ന് വെച്ച് തരും. അതുകൂടാതെ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. നാരങ്ങ തൈലം അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഇത് കുറച്ച് ആളുകൾ മാത്രം ചെയ്തെടുക്കുന്ന, അതായത് ഇങ്ങനെ ഡോക്ടർമാരൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. വീട്ടിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ നാരങ്ങ തൈലം ആവശ്യമുള്ളവർക്കും നമ്മളിവിടെ നിന്ന് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ആളുകൾക്കൊരു ഇതുണ്ടാവും. അത് മാറ്റാനും നാരങ്ങ തൈലം എന്താണ് എന്ന് പറയുവാനും പിന്നെ ഇത് നിരന്തരമായിട്ട് ചെയ്യണോ എന്ന് പറയുവാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്കുകളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് മടുത്തവർ, നമ്മൾ ഒത്തിരി കാശ് കൊടുത്ത് നമ്മൾ എന്തോരം കെമിക്കൽ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് പരീക്ഷിച്ച് മടുത്തു അല്ലേ. അപ്പോൾ നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണതുകൊണ്ട് ഒരു പ്രശ്നം വിചാരിക്കാനില്ല. പിന്നെ ആഗ്രഹമുള്ളവർ, കാരണം ഒത്തിരി ആളുകളുടെ വിഷമം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ കരിമംഗല്യത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അതിന് ആ കരിമംഗല്യത്തിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ വീഡിയോസ് റീച്ച് ആവും. കാരണം എന്താ വെച്ചാൽ അത്രയും അതിന് കാത്തിരിക്കുന്നവരുണ്ട്, മടുത്തവരുണ്ട്. ആയുർവേദം, ഹോമിയോ, പിന്നെ ഇംഗ്ലീഷ്, ഇതൊക്കെ കാണിച്ചിട്ട് മാറാത്തവരുണ്ട്, മെഡിസിൻ എടുത്തിട്ട് മാറാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നേച്ചുറലായിട്ടുള്ള കാര്യം ട്രൈ ചെയ്യുക. ഇത് പിന്നെ ഒരു ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് പേടിക്കേണ്ട. അപ്പം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇതിവിടെ ഇത് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ വേണ്ടവർക്ക് നമ്മളത് ചെയ്ത് കൊടുക്കും. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് ചോദിക്കും, അവർക്കത് കിട്ടാതാവുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. വാട്സപ്പ് ത്രൂ ആണ്. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് ത്രൂ വരിക. ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കരിമംഗലി ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായത്. എനിക്കറിയണ്ടായിരുന്നില്ല അത് ഇത്രയും മാരകമായ പ്രശ്നമാണെന്ന്. പക്ഷേ ഓരോരുത്തർക്ക് അവർ ഫംഗ്ഷന് പോകാനോ
ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് പോകാനോ ഒന്നിനും പറ്റണില്ല അവർക്ക്. ഒരു പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങാൻ, ആളുകളുടെ മുൻപിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ഉള്ളൊരു മടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ ഏജിലുള്ളവരുടെയും എന്നെക്കാളും മുതിർന്നവരുടെയും ഒക്കെ പരാതി ഞാൻ പേഴ്സണലി ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ കേൾക്കും, കാരണം അവർ വിളിച്ചാലും എനിക്കറിയാം, അവർ പറയുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വിഷമമാണ്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു പറയും, ആരെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോയാൽ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പറയും. അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടി ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ബോറടി ആയിട്ടുണ്ടാവും, എങ്കിലും കുറച്ച് എൻക്വയറീസ് നമുക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ സംശയം വെച്ചിരിക്കുന്നവരുണ്ടാവും കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, ഒരു 300 അത്രയ്ക്ക് ആവുന്നേ ഉള്ളൂ ഇപ്പോൾ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറില്ല, അത് കാരണം തന്നെ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടാൽ ഒക്കെ ഇറങ്ങും. പിന്നെ നമ്മുടെ ഈ ചാനലിൽ 2 കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതായത് ഡ്രസ്സുകളിലും കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ ഓർഗാനിക് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഹോം റെമഡീസ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സായി വരുന്നതാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും വരും. അപ്പോൾ നിങ്ങളത് ആവശ്യമുള്ളവർ, ഇത് വീണ്ടും കാണുന്ന ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.